മോഡേൺ മാർക്കറ്റിംഗിൽ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ റോള് എത്രമാത്രം ഉണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ? ഓരോ റീൽസിൻ്റെ റീച്ചും അതുണ്ടാക്കുന്ന എക്കണോമിക് ഇമ്പാക്റ്റും അത് ഒരു പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഇപ്പോൾ നമ്മൾ സ്പോർട്സ് എക്കോണമി എന്ന് പറയും. സ്പോർട്സ് എക്കോണമി എന്ന് പറഞ്ഞാൽ എന്താണ് എക്കോണമി? സ്പോർട്സ് എക്കോണമി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ക്രിക്കറ്റ് അല്ലെങ്കിൽ ഫുട്ബോൾ ചെയ്യുന്നു. അതിനകത്തുള്ളൊരു ആക്ച്വലി നമ്മളത് വി ആർ ക്രിയേറ്റിംഗ് എ മാർക്കറ്റ് പ്ലേസ് ഫോർ പ്രൊഡക്റ്റ് ടു പൊസിഷൻ ടു ബി പ്ലേസ്ഡ് അല്ലേ. ശരിക്കും ആളുകൾ വരുന്നു, ആളുകൾ ഇത് വ്യൂ ചെയ്യുന്നു, അതിന് നമ്മളൊരു അഡ്വർടൈസിങ് അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് ഒരു പ്രൊഡക്റ്റ് പ്രൊമോഷനുള്ള ഒരു എന്താ പറയുന്നത് ഒരു പ്ലേസ് ആക്കി ഡെവലപ്പ് ചെയ്തിരിക്കുക. ഈ പറയുന്ന സ്പോർട്സ് മാത്രമല്ല, മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എൻഡ് ഓഫ് ദ ഡേ ഏത് കമ്പനിയുടെയും റിയൽ എന്താ പറയുന്ന ബ്ലഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലൈഫ് ബ്ലഡ് എന്ന് പറയുന്നത് കറൻസി കമ്മിങ് ടു ദ ബിസിനസ് വിച്ച് ഒബ്വിയസ്ലി ഹാപ്പനിങ് ത്രൂ സെയിൽസ്. ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന മോഡേൺ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ വളരെ ഫോക്കസ്ഡ് മാർക്കറ്റിംഗ് ആണ്. കാരണം ഞാനൊരാളെ ഒരു ഇൻഫ്ലുവൻസർ ഒരിക്കലും ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കുറച്ചും കൂടെ റീച്ചും അതിൻ്റെ ക്രെഡിബിലിറ്റിയും അതിൻ്റെ എന്താ അക്സെപ്റ്റൻസും കുറച്ചും കൂടെ കൂടുക. കാരണം നമ്മളൊരു വൈഡായിട്ട് മാർക്കറ്റ് ചെയ്യുന്നതിനേക്കാളും പകരം നമ്മൾ 10 വർഷം മുമ്പ് ഇൻഫ്ലുവൻസ് മാർക്കറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടില്ല. നമ്മൾ ബ്രാൻഡ് അംബാസഡർ ആയിരുന്നു 10 വർഷം മുമ്പ്. ഇപ്പോൾ ബ്രാൻഡ് അംബാസഡർ ഉണ്ടെങ്കിൽ ആ ബ്രാൻഡ് അംബാസഡറിനേക്കാളും കുറച്ച് ഇപ്പോൾ നമ്മൾ വി ആർ ക്രിയേറ്റിംഗ് ലോട്ട് ഓഫ് മൈക്രോ ബ്രാൻഡ് അംബാസഡേഴ്സ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇൻഫ്ലുവൻസർ ഈസ് എ മൈക്രോ ബ്രാൻഡ് അംബാസഡർ അല്ലേ. അതൊരു എക്സ്ക്ലൂസീവ് അല്ലെന്ന് മാത്രമേ ഉള്ളൂ.